ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 45-ാമത്തെ തിരുവെഴുത്ത്. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് മേഘസ്ഫോടനം, ക്ലൗഡ് ബർസ്റ്റ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കാനിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രദേശത്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുന്ന പ്രതിഭാസത്തെയാണ് മേഘസ്ഫോടനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നാം തിരുവെഴുത്തിലേക്ക് പോകുമ്പോൾ മേഘങ്ങളെക്കുറിച്ച് പല നിലവാരത്തിൽ ബൈബിളിൽ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1, മേഘം ദൈവസാന്നിധ്യത്തെ കാണിക്കുന്നു. 2, ദൈവമഹത്വത്തെ കാണിക്കുന്നു. 3, ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് കാണിക്കുന്നു. 4, ദൈവ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. 5, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനെ കുറിച്ച് പറയുന്നു. ഒരു മേഘം പൊട്ടുമ്പോൾ പ്രകൃതിയിൽ മഴ പെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ സമയത്ത് ആത്മീയ മേഘം പൊട്ടുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ ഉണർവ് ലോകത്തിലുണ്ടാവും. അതുപോലെ ന്യായവിധി ലോകത്തിലുണ്ടാവും, സൗഖ്യമുണ്ടാവും, ആത്മാവിൻ്റെ ശക്തി എന്നിവ ഒഴുകി വരും. മേഘം ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 19-9 മുതലുള്ള ഭാഗങ്ങളിൽ സീനായി മലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിച്ച് കാണിക്കുന്ന ഭാഗത്ത്, ഞാൻ ഒരു കറുത്ത മേഘത്തിൽ നിന്റെ അടുക്കൽ വരും. ദൈവം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പുറപ്പാട് പുസ്തകം 24-15 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിലും മേഘം 6 ദിവസം പർവ്വതത്തെ മൂടിയെന്ന ഒരു ആത്മീയ സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനെ അറിയിക്കുന്നതിന് മേഘത്തിൻ്റെ ഒരു ഇടപെടൽ നാം കാണുകയാണ്. മേഘം മഹത്വത്തിൻ്റെ ഒരു ആവാസ സ്ഥലമാണ്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 5-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ ശലോമോൻ ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ ആലയം മേഘം കൊണ്ട് നിറഞ്ഞു. പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഷെക്കീന ഗ്ലോറി എന്നറിയപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രകടനമാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തിയാണ് മേഘപ്രത്യക്ഷതയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയാവ് കർമ്മേൽ മലയിൽ 3.5 വർഷം പ്രാർത്ഥിച്ചു. മഴയില്ലായിരുന്നു. എന്നാൽ താൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചെറിയ മേഘം അല്പസമയത്തിനകം ആകാശത്ത് ഒരു കറുത്ത ഒരു ചെറിയ മേഘം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇത് വലിയൊരു മഴയ്ക്കുള്ള മേഘമായി മാറി. തൻ്റെ ദാസനെ വിട്ട് 7 പ്രാവശ്യം അത് മേഘത്തെക്കുറിച്ച് നോക്കുവാൻ പറയുന്നുണ്ട്. എന്നാൽ 7-ാം പ്രാവശ്യം ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളവിടെ കാണുകയാണ്. ഇതൊരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സത്യമാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. പ്രിയരെ, മേഘം വിവിധ നിലവാരത്തിൽ ദൈവിക ഇടപെടലിനെ കാണിക്കുന്നു. മേഘത്തിലുള്ള ദൈവപ്രത്യക്ഷത പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കൊടിയ മുഴക്കം ആകാശത്തുണ്ടായി എന്നതിനെ കുറിക്കുന്നു. 120 പേരുടെ ഒരു സംഘം അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഒരു ചെറിയ മുഴക്കം ആകാശത്തുണ്ടായത് 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പിളർന്നിരിക്കുന്ന നാവുകളെന്ന അഗ്നിയാൽ അവർ നിറയുകയും അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ആദിമ നൂറ്റാണ്ടിലെ സഭ ആരംഭിക്കുന്നതാണ്. ആ ദൈവപ്രവൃത്തിയെ നമ്മളവിടെ എങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ മേഘം കാണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവജനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടി ദൈവം ചില മേഘങ്ങളെ വരുത്തും. ഭൂമിയുടെ മേൽ ചില മേഘങ്ങളെ വരുത്തും. ദൈവത്തെ അറിയാൻ വേണ്ടി വിവിധ നിലവാരത്തിലുള്ള മേഘങ്ങളെ ദൈവം വരുത്തും. ന്യായവിധിയുടെ മേഘങ്ങൾ, ഉണർവിൻ്റെ മേഘങ്ങൾ,
ദൈവസാന്നിധ്യത്തിൻ്റെ മേഘങ്ങൾ ഒക്കെയും പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്ര ഉയർന്നിരിക്കുന്ന, എത്ര മഹത്തരമായ സ്ഥലമാണെങ്കിൽ പോലും ഒരൊറ്റ മേഘം കൊണ്ട്, ഒരു മേഘസ്ഫോടനം കൊണ്ട് ആ പട്ടണത്തെയും ആ ദേശത്തെയും ഇല്ലാതാക്കി കളയാനും ദൈവത്തിന് കഴിയും. അതുകൊണ്ടിന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും എപ്രകാരമാണ് അത് വെളിപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മേഘപ്രത്യക്ഷതയെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാനിടയായി. ദൈവത്തിൻ്റെ തേജസ്സിൽ ഓരോരുത്തരും ശക്തിപ്പെടുവാൻ ഇടവരട്ടെ. ആവശ്യമായിരുന്ന അനുഗ്രഹങ്ങൾ ഓരോ കുടുംബത്തിലും വ്യക്തിയിലും ഉണ്ടാവാൻ കർത്താവ് സഹായിക്കണം. ആത്മീയമായിട്ട് ഓരോരുത്തരും മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.